ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയാണ്. അങ്ങനെയുള്ള വാർത്തകളാണ് മെൽബണിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ അജിത് അഗർക്കറും ഇതിനെപ്പറ്റി സീരിയസ് ആയി സംസാരിച്ചു എന്നുള്ള വാർത്തകളാണ് PTI റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫി ഒരു സീരീസ് അല്ലെങ്കിൽ ഈ ഒരു പരമ്പര അവസാനിക്കുന്നതോടുകൂടി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മേ ബി നമുക്കറിയാം, ഈ ഒരു പരമ്പരയിൽ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ തന്റെ പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് രോഹിത് ശർമ്മ പങ്കെടുത്തിരുന്നില്ല. ആ ഒരു മത്സരത്തിൽ ജസ്പ്രീത് ബുംറയായിരുന്നു ഇന്ത്യയെ നയിച്ചത്. പെർത്തിൽ നടന്ന ഒരു മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ അഡ്ലേഡിൽ രോഹിത് ശർമ്മ തിരിച്ചു വരികയും ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും, പക്ഷേ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനെ കുറിച്ചും വലിയ വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കാരണം നല്ലൊരു പെർഫോമൻസ് ഇന്ത്യൻ ടീമിന് വേണ്ടി കാഴ്ചവെക്കാനായിട്ട് ഈ ഒരു പരമ്പരയിലുടനീളം രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്നത് പെർത്തിൽ അദ്ദേഹം കളിച്ചില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ അഡ്ലേഡിൽ ആദ്യ ഇന്നിംഗ്സിൽ 3 റൺസിനും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ 6 റൺസിനും രോഹിത് ശർമ്മ പുറത്താവുകയായിരുന്നു. ബ്രിസ്ബെയിനിൽ നടന്ന മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിലാകട്ടെ 10 റൺസിന് അദ്ദേഹം പുറത്തായി. ഈ 2 ടെസ്റ്റ് മത്സരങ്ങളിലും മിഡിൽ ഓർഡറിലാണ് രോഹിത് ശർമ്മ ബാറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗിലാണെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു പരമ്പരയിൽ KL രാഹുൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ KL രാഹുലിനെയും യശസ്വി ജയ്സ്വാളിനെയും ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇട്ടിട്ട് രോഹിത് ശർമ്മ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. പക്ഷേ ആ 2 ടെസ്റ്റ് മത്സരങ്ങളിലും നല്ല ഒരു പ്രകടനമൊന്നും രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 4ാമത്തെ ടെസ്റ്റ് മത്സരം മെൽബണിൽ ആരംഭിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ബൗളറിനെ ഇന്ത്യൻ ടീമിൽ വേണമെന്നുള്ള ആവശ്യം ശക്തമായതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ ടീമിലേക്ക് കൊണ്ടുവരികയും ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആ ഒരു മിഡിൽ ഓർഡർ സ്ലോട്ടിൽ നിന്ന് രോഹിത് ശർമ്മ വീണ്ടും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരികയും മെൽബണിലെ ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സിൽ ഓപ്പണറായി ഇറങ്ങുകയും ചെയ്തു. പക്ഷേ അവിടെയും ശോഭിക്കാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞില്ല. 3 റൺസിന് അദ്ദേഹം പുറത്താവുകയായിരുന്നു. ആ പുറത്തായ രീതിയാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കാരണം ലോക ക്രിക്കറ്റിലെ തന്നെ ഈ പുൾ ഷോട്ട് കളിക്കുന്നതിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള താരമാണ് രോഹിത് ശർമ്മ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഔട്ടായിരിക്കുന്നത് അങ്ങനെ തന്നെയുള്ള ഒരു ഷോട്ടിലാണ്. ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒട്ടും ഫോമിലല്ലാത്ത, ഒട്ടും കോൺഫിഡന്റ് അല്ലാത്ത ഒരു രീതിയിലാണ് രോഹിത് ശർമ്മ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള വിമർശനങ്ങളാണ്. രോഹിത് ശർമ്മയ്ക്ക് ഇന്ത്യയെ ഈ ഒരു ബോർഡർ ഗവാസ്കർ സീരീസിൽ നന്നായി ലീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മെൽബൺ ടെസ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ പോലും പലതും വിമർശനത്തിന് വിധേയമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്പിന്നർമാരെ ഇന്ത്യൻ ബൗളിംഗിൽ അറ്റാക്കിൽ കൊണ്ടുവന്നത് ലേറ്റായി എന്നുള്ളൊരു വിമർശനം സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് എന്ന് പറയുന്ന അവരുടെ ലോവർ ഓർഡറിലുള്ള ബാറ്റർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് രവീന്ദ്ര ജഡേജ ബോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം സ്പിന്നറാണ്. അപ്പോൾ ഈ മിഡ് ഓഫ് എന്ന് പറയുന്ന ഫീൽഡറിനെ ബാക്കിലേക്ക്, അതായത് ലോങ് ഓഫ് ആയിടുകയും അതുപോലെ തന്നെ മിഡ് ഓൺ അകത്തിട്ട് ബോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി, അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പാർത്ഥിവ് പട്ടേലിന്റെ ഒരു കമന്റ് അദ്ദേഹം കമന്ററിയിൽ പറയുകയുണ്ടായി. അങ്ങനെ നിരവധി വിമർശനങ്ങൾ, അതായത് ഓരോ ബൗളേഴ്സിനെയും കൊണ്ടുവരുന്ന സമയം എന്ന് പറയുന്നത് കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റീവ് സ്മിത്ത് 90 റൺസിൽ ബാറ്റ് ചെയ്യുന്ന സമയത്ത് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു ജെന്റിൽ മീഡിയം പേസറെ കൊണ്ട് ബോൾ ചെയ്യിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് വിമർശനങ്ങൾ. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ഒട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി അല്ല, ഭയങ്കര ഡിഫൻസീവ് ആയിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. 2024 എന്ന് പറയുന്ന വർഷം എന്ന് പറയുന്നത് രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സ്ചർ ആയിട്ടുള്ള ഒരു വർഷമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂണിലാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ T20 ലോകകപ്പിൽ ജേതാക്കളായത്. അന്ന് ആ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ രോഹിത് ശർമ്മ തന്റെ റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2024 പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു സമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടെസ്റ്റ് മത്സരങ്ങളിലാണ് ഇന്ത്യ പങ്കെടുത്തത്. ബംഗ്ലാദേശുമായിട്ടുള്ള 2 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ജയിച്ചപ്പോൾ ന്യൂസിലൻഡുമായിട്ടുള്ള 3 ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യയിൽ അടിയറ വെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് രോഹിത് ശർമ്മയുടെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമ്പരയായിരിക്കുമെന്ന് അപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമായിരുന്നു. ഇപ്പോൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 4ാമത്തെ ടെസ്റ്റ് മത്സരമാണ് മെൽബണിൽ
പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു മത്സരം മാത്രമാണ് സിഡ്നിയിൽ ബാക്കിയുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ മേ ബി ഇതിൻ്റെ ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ, അതായത് മെൽബൺ ടെസ്റ്റിൻ്റെ സെക്കൻഡ് ഇന്നിങ്സിൽ കൂടെ പെർഫോം ചെയ്യാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചില്ല എങ്കിൽ അദ്ദേഹം സിഡ്നിയിൽ കളിക്കാനുള്ള ചാൻസ് പോലും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം തന്നെ ഒരു ഓപ്റ്റഡ് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹം സിഡ്നിയിൽ കളിക്കുകയുള്ളൂ എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിഡ്നിയിൽ നടക്കാൻ പോകുന്ന ആ ഒരു ടെസ്റ്റ് മത്സരം രോഹിത് ശർമ്മയുടെ കരിയറിലെ അവസാന ടെസ്റ്റ് മത്സരം ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും വലിയ സങ്കടമുള്ള കാര്യമാണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി എന്തൊക്കെ ഔട്ട് ഓഫ് ഫോം ആണെന്ന് പറഞ്ഞാലും ഒരുപാട് നല്ല സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട്. പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫിറ്റ്നസിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ, ഇങ്ങനെ പല വിമർശനങ്ങൾ അദ്ദേഹത്തിന് നേരെ വരുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിനെ ഒരുപാട് കാലം സെർവ് ചെയ്ത ഒരു മികച്ച പ്ലെയർ അല്ലെങ്കിൽ ഒരു മികച്ച ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഈ ഒരു മത്സരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിൽ നിന്ന് രോഹിത് ശർമ്മ അല്ലെങ്കിൽ ടെസ്റ്റ് ടീമിൽ നിന്ന് രോഹിത് ശർമ്മ പടിയിറങ്ങുമ്പോൾ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.